ഹേ ഗൈസ്, ഇന്ന് നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? കമോൺ ഗൈസ്, അപ്പം നമുക്കൊരു ഔട്ടിങ്ങിന് പോകാട്ടോ. നമ്മൾ ഫസ്റ്റ് പോകുന്നത് SM സ്ട്രീറ്റിലോട്ടാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് പാട്ടൊക്കെ കേട്ട് നല്ല ആസ്വദിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ SM സ്ട്രീറ്റിലോട്ട് വിട്ടോട്ടാ. അവിടെ എത്തി കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ കൊയൻകോ ബസാറിൻ്റെ ഉള്ളിലൂടെ ആട്ടോ പോയിട്ടുള്ളത്. അവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ചെറിയൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് നേരെ ചൈന മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് പ്രത്യേകിച്ചൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ലുലു മോളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ലുലു മോളും കൂടെ ഒന്ന് ചുറ്റിപ്പറ്റി വരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ടല്ല, ഈ പുറത്ത് ഇങ്ങനെ ക്യാൻഡി കെയിനൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലുലു മാളിലെത്തിയിട്ടോ. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ലുലു മാളിൻ്റെ ഉള്ളിലോട്ട് പോയി. ഞാൻ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഹൈപ്പർ മാർക്കറ്റിൽ ഈ ക്രിസ്മസിൻ്റെ ഐറ്റംസൊക്കെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോണതിൻ്റെ മുന്നേ ഇതുപോലത്തെ കുറച്ച് ബോൾസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിപ്പമുണ്ട് കേട്ടോ, അത് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലെത്തി. ഇവിടെ പോയിട്ട് നമ്മുടെ ക്രിസ്മസിൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു ഈ സംഭവങ്ങളൊക്കെ കാണാൻ. ക്രിസ്മസ് ട്രീ ഈ ഒരു സംഭവം കണ്ടോ, നല്ല ക്യൂട്ടല്ലത്. പക്ഷേ ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ തേരാപ്പാറ നടന്നു, എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കി. പക്ഷേ ഞാനൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിതാ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതൊക്കെ കണ്ടു പോണ വഴിക്ക് വീണ്ടും അങ്ങനത്തെ ഒരു സംഭവം കണ്ടു കേട്ടോ. ഞാൻ നന്നായിട്ട് തന്നെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ആ ഒരു സംഭവം കണ്ടു കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അവിടെ ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പടക്കമൊക്കെ പൊട്ടുന്ന കണ്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ ഇതുപോലത്തെ കുറച്ച് വണ്ടികളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. ഇയാൾ ഈ ഒരു സംഭവം കറക്കുന്ന കണ്ടോ ഗൈസ്. എന്തോ അതിൻ്റെ പേര് പന്തം അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിൻ്റെ പേര്. നിങ്ങളെന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അങ്ങനെ പിന്നെ അതിൻ്റെ ബാക്കിൽ ഈ പാട്ടിട്ട വണ്ടിയൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അതൊക്കെ കണ്ട് കുറേ നേരം നമ്മളവിടെ നിന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ SM സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് ഞാൻ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ബൈ.